നമസ്കാരം. സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്, യുവൽ നോ ഹരാരി എഴുതിയ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സാപ്പിയൻസ്. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ എല്ലാവരും തന്നെ, എന്നെ കാണുന്ന എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുകയും ഗ്ലോബൽ ലീഡേഴ്സ് എല്ലാം എൻഡോസ് ചെയ്യുകയും ചെയ്തൊരു പുസ്തകമാണ് സാപ്പിയൻസ്. യുവൽ നോ ഹരാരി ഒരു പുസ്തകം മാത്രമല്ല, പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. എല്ലാം തന്നെ ബെസ്റ്റ് സെല്ലറായിരുന്നു. 50 ഭാഷകളിൽ പരമെല്ലാം ഇത് വിവർത്തനം ചെയ്യപ്പെടുകയും ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ എന്നുള്ള നിലയിലൊക്കെ ഇടം പിടിച്ച ഒരു പുസ്തകമാണ് സാപ്പിയൻസ്. മനുഷ്യൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത്. 7000 വർഷം മുതലുള്ള ചരിത്രത്തിലൂടെ എങ്ങനെ ഇന്നത്തെ മനുഷ്യൻ ആയി നമ്മൾ ഓരോരുത്തരും മാറി എന്നുള്ള ഒരു ചരിത്രത്തിൻ്റെ അവലോകനമാണ് ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രൊഫസർ ചെയ്തിരിക്കുന്നത്. വൈ ഹ്യൂമൻ കൈൻഡ് ആർ സോ സ്പെഷ്യൽ, അതാണ് പുസ്തകത്തിൽ പറയുക. തീർച്ചയായും നാം അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നാം എങ്ങനെയാണ് ഇത്തരമൊരു ജീവി വർഗമായി മാറിയത് തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിലും ഒപ്പം തന്നെ ചിന്തിക്കുവാനും തക്ക വിധത്തിൽ രസകരമായും ഒഴുക്കോടുകൂടിയും എഴുതിയിരിക്കുന്ന പുസ്തകമാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. പല റെവല്യൂഷൻസിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഓരോ റെവല്യൂഷൻ സമയത്തും എന്താണ് നമുക്ക് സംഭവിച്ചത്, നാം എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയായി മാറിയത്. യഥാർത്ഥത്തിൽ മറ്റ് ജന്തുജീവികൾ അല്ലെങ്കിൽ മറ്റ് ജീവികളെക്കാൾ യാതൊരു വ്യത്യസ്തതയും ഇല്ലാത്ത ഒരു വിഭാഗമാണ് മനുഷ്യവർഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പുസ്തകം പറയുകയാണ്. പക്ഷേ എവല്യൂഷൻ്റെ സമയത്ത് മനുഷ്യനുണ്ടായ ആ മാറ്റം, ആ ചില കാര്യങ്ങൾ അതാണ് നമ്മെ മാറ്റി നിർത്തിയത്, നമുക്കിന്നും വരെയും സർവൈവ് ചെയ്യുവാൻ സാധിച്ചത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു സമ്മറി ആയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഈ കോറായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഇനിയും സർവൈവ് ചെയ്യുവാനും ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വളരെ സജീവമായും ക്രിയാത്മകമായും ഒപ്പം തന്നെ ഉയർച്ചയോടെ മുന്നേറുവാനും സാധിക്കുമെന്നുള്ള ചിന്തയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. 6-7 സ്പീഷീസുകൾ മനുഷ്യവർഗത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ് മാത്രമാണ് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്. നിയോണ്ടർത്താൽമാനെ കുറിച്ചുമെല്ലാം നാം സ്കൂളുകളിലെ പരിണാമ സിദ്ധാന്തത്തിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ 6-7 വർഗങ്ങളിൽ നിന്ന് എങ്ങനെ ഹോമോ സാപ്പിയൻസ്, നാം എന്നുള്ള മനുഷ്യവിഭാഗം വളരെ വ്യത്യസ്തരായി മാറി എന്നുള്ളത് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട സ്റ്റേജസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇനി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, കൊഗ്നിറ്റീവ് റെവല്യൂഷൻ, ബോധതലത്തിലുണ്ടായ നമ്മുടെ വികാസങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ, അതെങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്താഗതിയെ, മനുഷ്യനെ മാറ്റിയത്. 2, അഗ്രികൾച്ചർ റെവല്യൂഷൻ, കാർഷിക വിപ്ലവം എന്നുള്ള ചിന്താഗതി, കൃഷി ചെയ്യാനുള്ള ആഗ്രഹവും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും എന്താണ് സംഭവിച്ചത്. 3 പറയുന്നതാണ് സയൻറ്റിഫിക് റവല്യൂഷൻ, ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങളോടെ മനുഷ്യൻ എങ്ങനെ മാറി. ഈ 3 തലങ്ങളിലാണ് പുസ്തകം പറയുന്നത്. ഇതുകൂടാതെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പുസ്തകം പറയുന്നത്. എങ്ങനെ മനുഷ്യൻ ഒന്നിക്കുവാനിടയായി, എങ്ങനെ ഒരുമിച്ച് മുന്നേറി, ഒരുമിച്ച് നിന്നു തുടങ്ങിയതിൻ്റെ എല്ലാം അടിസ്ഥാന ചിന്താഗതി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു 4-5 കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്, ആ പുസ്തകം സമ്മറി ആയിട്ടില്ല, പക്ഷേ മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഒന്നാമതായി പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ലാംഗ്വേജ്, ഭാഷ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായി നമുക്ക് തോന്നും. ഭാഷ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യന് മാത്രമാണ് ഭാഷയുള്ളൂ, ലിപിയുള്ളൂ എന്നെല്ലാം. പക്ഷേ ലാംഗ്വേജ് എങ്ങനെയാണ് നാം യൂസ് ചെയ്തത്, അതിനെ എങ്ങനെയാണ് നാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നത്, അതാണ് നമ്മെ ഡിസ്റ്റിങ്റ്റീവായി വ്യത്യസ്തരാക്കി മാറ്റിയത്. ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ ഗോസിപ്പ് ഗ്രൂപ്പ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഗോസിപ്പ് എന്നുള്ളത് പോസിറ്റീവായും നെഗറ്റീവായും എടുക്കാം. ഗോസിപ്പിനൊപ്പം തന്നെ ഷെയർഡ് സ്റ്റോറീസ്, കഥകൾ മെനഞ്ഞ് കഥകളായി ഭാഷകളിലൂടെ നമ്മുടെ ആശയത്തെ വിനിമയം ചെയ്യുവാനായി നമുക്ക് സാധിച്ചു. ടു ആൻ എക്സ്റ്റെൻഡ് ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയുവാൻ സാധിക്കും. എങ്ങനെ ആശയങ്ങൾ വളരെ വ്യത്യസ്തമായും രസകരമായും നമുക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 2ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഓപ്പറേഷൻ, പരസ്പര സഹകരണം. ഇതിനകത്ത് പല തിയറീസും പറയുന്നുണ്ട്. ഇൻബ്രീഡിങ് തിയറിയും റീപ്ലേസ്മെൻറ്റ് തിയറിയും എല്ലാം പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ആ സഹകരണം, കോഓപ്പറേഷൻ, അത് മനുഷ്യനെ തീർച്ചയായും ഒരു അപ്പർ എഡ്ജ് നൽകുവാനായിട്ട് സാധിച്ചു. ഉദാഹരണമായി പറഞ്ഞാൽ മതങ്ങൾ, റിലീജിയൻ, സാമ്രാജ്യങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ബോധ്യം, രാഷ്ട്രീയം, ഇതെല്ലാം മനുഷ്യരുടെ ഇടയിൽ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോഓപ്പറേഷൻ, ഡൈവേഴ്സിറ്റിയുടെ മധ്യത്തിലും യൂണിറ്റി ഉണ്ടാക്കുവാൻ തക്കവിധത്തിലുള്ള ഒരു ചിന്താഗതി തീർച്ചയായും മനുഷ്യനെ
മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കി. ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് നമ്മുടെ ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം എഫക്റ്റീവാണ്, എത്രമാത്രം കോഓപ്പറേറ്റീവായി നമുക്ക് ഗ്രൂപ്പുകളിൽ ബിഹേവ് ചെയ്യുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീർച്ചയായും ചിന്തിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ എന്നെ സഹായിച്ച കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇമാജിനേഷൻ. ഇമാജിനറി വേൾഡിലൂടെ സാങ്കല്പിക ലോകത്തിലൂടെ കടന്നു പോകാനുള്ള മനുഷ്യൻ്റെ ഒരു കഴിവ്. ഉദാഹരണമായി പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചൊരു സങ്കല്പം, ദൈവം എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു, ദൈവം എന്നുള്ള പല രൂപങ്ങളുടെയും പല ഭാവങ്ങളുടെയും എല്ലാം ആവിർഭാവം, മതങ്ങളുടെ ആവിർഭാവം, പണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഇമാജിൻ ചെയ്യുവാനായിട്ട് മനുഷ്യന് സാധിച്ചു. അതുകൊണ്ടാണ് പ്രോഗ്രസ് ഉണ്ടാക്കുവാൻ സാധിച്ചതെന്ന് പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഐഡിയാസ്. കോഓപ്പറേഷൻ ഉണ്ട്, ഭാഷയുണ്ട്, ഇമാജിനേഷൻ ഉണ്ട്. അതിനപ്പുറമായി സൂപ്പർ ഐഡിയാസ് നിർമ്മിക്കുവാനായിട്ട് മനുഷ്യന് മാത്രമേ സാധിച്ചുള്ളൂ. അത് സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് പുസ്തകത്തിൽ പറയുന്നത്. സിസ്റ്റമാറ്റിക് എക്സ്പെരിമെൻറ്റേഷൻ, പല എക്സ്പെരിമെൻറ്റേഷനിലൂടെ റിസർച്ചിലൂടെ മനുഷ്യന് തൻ്റെ ബൗദ്ധിക തലത്തെ വളർത്തുന്നത് പ്രാക്ടിക്കലായി കൊണ്ടുവരുവാനും സയൻസ് ആൻഡ് ടെക്നോളജി ഒത്തിരി മുന്നേറ്റം കൊണ്ടുവരുവാനും സാധിച്ചു. അത് ഐഡിയാസാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടയാക്കിയത്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നാം അറിയുന്നുണ്ട്. സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 500 വർഷത്തിനിടയിലാണ് സംഭവിച്ചത് എന്ന് പുസ്തകം പറയുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നാം ജീവിക്കുന്നത് ഈ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ എത്രയോ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ടാൽ, മനുഷ്യൻ്റെ ഒരു കൈയോ കാലോ നഷ്ടപ്പെട്ടാൽ അത് റീപ്ലേസ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇങ്ങനെ എത്രയോ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 500 വർഷം മുമ്പ് അന്നത്തെ ആളുകൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ മനുഷ്യൻ ഇങ്ങനെ മാറുമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുസ്തകത്തിൽ പറയുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. പണം നമുക്ക് സന്തോഷം നൽകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പുസ്തകം പറയുകയാണ്, ദാരിദ്ര്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ പണത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന പുസ്തകം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യമാണ്. നമുക്ക് ദാരിദ്ര്യം മാറിക്കഴിഞ്ഞാൽ, പട്ടിണി മാറിക്കഴിഞ്ഞാൽ പിന്നെ എത്രമാത്രം പണം കൂടിയാലും സന്തോഷം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് സന്തോഷം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാപ്പിനെസ് എന്നുള്ളത് ചേസ് ചെയ്യുവാനായിട്ട് പോകുന്ന കാര്യമാണ്. തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും വളരെ രസകരമായും ആഴത്തിലും പ്രതിപാദിക്കുന്ന പുസ്തകമാണ് സാപ്പിയൻസ് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും ചരിത്രമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മനുഷ്യൻ ഇത്രയും കാലഘട്ടം നിലനിന്നത് ഒരു അത്ഭുതമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ പലപ്പോഴും ഒരു ക്രിട്ടിക് രൂപത്തിൽ പറയാറുണ്ട്, ലോകത്തിലെ എല്ലാ സ്പീഷീസും നശിച്ചാലും മനുഷ്യൻ മാത്രം നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ, അത്രമാത്രം ഗ്രീഡിയുമെല്ലാമാണ് മനുഷ്യനെന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ അതിലപ്പുറമായി ഈ വ്യത്യസ്തമായിട്ടുള്ള ചില ശൈലികൾ, കഴിവുകൾ, ഇമാജിനേഷൻ പോലെയുള്ള, ഐഡിയാസ് പോലെയുള്ള, കോഓപ്പറേഷൻ പോലെയുള്ള, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ അത് ഉൾക്കൊള്ളുവാനും അത് ഗ്രഹിക്കുവാനും അത് കൂടുതൽ ശക്തിയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് സർവൈവ് ചെയ്യുവാൻ സാധിക്കുന്നത്. വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു അവസാനമാണ് പുസ്തകത്തിൻ്റെ അവസാനമുള്ളത്. ഇനി എങ്ങോട്ടാണ് മനുഷ്യൻ പോകുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പിൽ മനുഷ്യൻ എന്തായിത്തീരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറിയ രീതിയിലെങ്കിലും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ഗ്രേറ്റ് തിങ്സ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നും ഇനിയുള്ള കാലം ചലഞ്ചിങ് ആയിരിക്കുമെന്നും ചലഞ്ചസിനെ നേരിടുവാൻ ശക്തമായ കഴിവും പ്രാവീണ്യവും ശക്തിയുമുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു മനോഹരമായ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹോമോ ഡിയൂസ് എന്ന പേരിൽ. ഭാവി എന്താണ്, മനുഷ്യൻ്റെ ഭാവി എന്താണെന്ന വിഷയത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായും പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം വളരെ സുവ്യക്തമാണ്, നാം എത്രമാത്രം ചലഞ്ചസിനെ നേരിടുവാനായിട്ട്, ഫ്യൂച്ചറിനെ നേരിടുവാനായിട്ട് സന്നദ്ധരാണ്, എക്യുപ്ഡ് ആണെന്നൊരു വിഷയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് കമ്മ്യൂണിക്കേഷൻ ആകാം, ടെക്നോളജി ആകാം, ലാംഗ്വേജ് ആകാം, കോഓപ്പറേഷൻ ആകാം, ഇമാജിനേഷൻ ആകാം, ഐഡിയാസ് ആകാം. എല്ലാ മേഖലയിലും വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ധ്വനിയോടെയാണ് പുസ്തകം അവസാനിക്കുന്നത്. തീർച്ചയായും ഹോമോ ഡിയൂസിൻ്റെയും റിവ്യൂ സമ്മറി ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായും വളരെ മാറ്റം കൊണ്ടുവരുവാൻ ഇതെല്ലാം സഹായിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.